കുട്ടികളെ, ഹിന്ദി സ്റ്റഡി സർക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിലെ 3ാമത്തെ ലെസനായ പക്ഷി ഓർ ദീമക് എന്ന കഹാനിയുടെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആക്ടിവിറ്റീസൊക്കെയാണ് ഇടാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. पक्षी और दीमक किस विधा की रचना है? പക്ഷി ഓർ ദീമക് ഏത് തരത്തിലുള്ള കൃതിയാണ്? കഹാനി അല്ലേ? കഥയാണെന്ന് നമുക്കറിയാലോ അല്ലേ? ഓരോ പാഠത്തിൻ്റെയും മുകൾ ഭാഗത്ത് അതേത് വിധയിലുള്ള രചനയാണെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. പക്ഷി और दीमक के रचयिता कौन है? പക്ഷി और दीमक എന്ന ഈ കഹാനിയിലെ രചയിതാവ് ആരാണ്? മുക്തിബോധ്. ആൻസർ ശ്രദ്ധിക്കുക, മുക്തിബോധ്. പക്ഷി और दीमक कहानी के मुख्य पात्र कौन कौन है? പക്ഷി ഓർ ദീമക് എന്ന കഥയിലെ മുഖ്യ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് നൗജവാൻ പക്ഷി, മറ്റൊന്ന് ഗാഡിവാല. അവരാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. നൗജവാൻ പക്ഷി കോ ക്യാ ഖാനെ കാ ഷൗഖ് था? യുവാവായ പക്ഷിക്ക് എന്ത് കഴിക്കാനായിരുന്നു താല്പര്യമുണ്ടായിരുന്നത്? എന്തായിരുന്നു? ദീമക് ഖാനെ കാ ഷൗഖ് था. ചിതലിനെ കഴിക്കാനായിരുന്നു കൂടുതൽ താല്പര്യം. ദീമക്കേം, അതാണ് ആൻസർ. एक एक दिन पंख देने से पक्षी का क्या हाल हुआ? एक एक दिन ഓരോ ദിവസവും പങ്ക് ദേനേസെ തൂവൽ കൊടുത്തതുകൊണ്ട് പക്ഷിക്ക ക്യാ ഹാൽ ഹുവ പക്ഷിയുടെ അവസ്ഥ എന്തായി? പക്ഷിക്ക് പങ്കോं की संख्या लगातार घटती चली गई. എന്താണ്? പക്ഷിയുടെ നൗജവാൻ പക്ഷിയുടെ പങ്കോं की संख्या തൂവലിൻ്റെ എണ്ണം ലഗാതാർ നിരന്തരമായി ഘടത്തി ചലിയുകയും കുറഞ്ഞുകൊണ്ടേ വന്നു അല്ലേ? അപ്പോൾ പക്ഷിയുടെ തൂവലൊക്കെ പോയി ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്കായി മാറുകയാണ്, വെറും ഒരു മാംസപിണ്ഡമായിട്ട്. बैलगाड़ी वाला दीमकों के बदले പക്ഷി സെ ക്യാ ഖരീദതാ ഥാ? കാളവണ്ടിക്കാരൻ ദീമക്കോ കെ ബദലെ ചിതലിന് പകരമായിട്ട് പക്ഷീസെ പക്ഷിയിൽ നിന്നും ക്യാ ഖരീദതാ ഥാ എന്തായിരുന്നു വാങ്ങിയിരുന്നത്? बैलगाड़ी वाला दीमकों के बदले पंख खरीदता था അല്ലേ? കാളവണ്ടിക്കാരൻ ചിതലിന് പകരമായിട്ട് പങ്ക് തൂവലായിരുന്നു ഖരീദതാ ഥാ വാങ്ങിയിരുന്നത്. ആ കാളവണ്ടിക്കാരൻ എന്ത് പറഞ്ഞായിരുന്നു റോട്ടിലൂടെ പോയിരുന്നത്? ഒരു തൂവലിന് പകരം 2 ചിതലിനെ എടുത്തോളൂ.
पिता ने नौजवान पक्षी से क्या कहा? അച്ഛൻ യുവാവായ പക്ഷിയോട് എന്താണ് പറഞ്ഞത്? ബേട്ടെ, മകനെ, ദീമക്കേം ഹമാര സ്വാഭാവിക് ആഹാർ നഹീ ഹേ. ദീമക്കുകൾ നമ്മുടെ ചിതലുകൾ നമ്മുടെ ദിനേനയുള്ള ഭക്ഷണമല്ല. ആർ ഉൻകെ ലിയേ, അതുമാത്രമല്ല പിന്നീട് അതിന് വേണ്ടിയിട്ട്, ദീമക്കിന് വേണ്ടിയിട്ട് അപ്നെ പങ്ക് തോ, തൻ്റെ തൂവല് ഹർഗിസ് നെയ് ദിയേ ജാ സക്തേ, ഒരിക്കലും കൊടുക്കാനും പാടില്ല. ദീമക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ തൂവൽ കൊടുക്കൽ ശരിയുള്ളതല്ല എന്നാണ് അച്ഛൻ മകനോട് പറഞ്ഞ ഉപദേശം. അപ്നെ ശരീർ സെ പങ്ക് നഷ്ട ഹോനെ പർ, തൻ്റെ ശരീരത്തിൽ നിന്നും തൂവൽ നഷ്ടമായപ്പോൾ നൗജവാൻ പക്ഷീനെ ക്യാ കിയ, യുവാവായ പക്ഷി എന്താണ് ചെയ്തത്? ദിവസവും തൻ്റെ ശരീരത്തിൽ നിന്ന് അങ്ങനെ തൂവൽ കൊടുത്തിട്ടായിരുന്നല്ലോ പക്ഷി ദീമക്കിനെ വാങ്ങിയിരുന്നത് വണ്ടിക്കാരനിൽ നിന്നും. അപ്പം എന്താണ് യുവാവായ പക്ഷി ചെയ്തത്? അപ്നെ ശരീർ സെ പങ്ക് നഷ്ട ഹോനെ പർ, തൻ്റെ ശരീരത്തിൽ നിന്നും തൂവൽ നഷ്ടമായപ്പോൾ നൗജവാൻ പക്ഷി ദീമക്കോं को इकट्ठा करके, ദീമക്കുകളെ ചിതലുകളെ സ്വരൂപിച്ചിട്ട് ഗാഡിവാലേക്ക ഇന്തസാർ കിയ, വണ്ടിക്കാരനെ കാത്തിരിക്കുകയാണ് ചെയ്തത്, പ്രതീക്ഷിച്ചിരിക്കുകയാണ് ചെയ്തത്. अपनी चोंच से एक पर को खींचकर तोड़ने में उसे तकलीफ होती है. തൻ്റെ ചുണ്ടിൽ ഉണ്ട് അല്ലെങ്കിൽ തൻ്റെ കൊക്കുകൊണ്ട് ഏക് പർ കോ ഖീഞ്ച് കർ, ഒരു തൂവൽ വലിച്ചിട്ട് തോടിനേമേം പൊട്ടിക്കുന്നതിൽ ഉസേ തക്ലീഫ് ഹോത്തി ഹെ, അതിന് പ്രയാസം ഉണ്ടാകുന്നു, ബുദ്ധിമുട്ടുണ്ടാകുന്നു. ലേക്കിൻ പക്ഷേ ഉസേ വോ ബർദാശ്ത് കർ ലേത്താ ഹെ, ആ ബുദ്ധിമുട്ടിനെ അവൻ എന്ത് ചെയ്യാണ്? ബർദാശ്ത് കർ ലേത്താ ഹെ, സഹിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷി അപ്നെ തക്ലീഫ് കോ, പക്ഷി തൻ്റെ ബുദ്ധിമുട്ടിനെ ബർദാശ്ത് കർനെ കാ കാരൺ ക്യാ ഹോഗ, സഹിക്കാനുള്ള കാരണം എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും ആ പക്ഷി അത്രയും വേദന സഹിച്ചുകൊണ്ട്, ആ തൂവൽ പൊട്ടിക്കുമ്പോഴുള്ള വേദന സഹിച്ചുകൊണ്ട് പറിക്കാനുള്ള കാരണം എന്താ? നൗജവാൻ പക്ഷി ആലസി സ്വഭാവ വാലാ ഥാ, ആ യുവാവായ പക്ഷി മടിയ സ്വഭാവമുള്ള ഒരാളായിരുന്നു, അല്ലേ? കിളിയായിരുന്നു, മടിയൻ സ്വഭാവക്കാരനായിരുന്നു. ഓ കാം കിയേ ബിന, അവൻ ജോലിയൊന്നും ചെയ്യാതെ സ്വാദിഷ്ട ഖാന ചാത്താ ഹെ, സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം ഖാന ചാത്താ ഹെ, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ഇസ്ലിയെ, ഇതുകൊണ്ട് തന്നെ ജൽദി ഹി ഗാഡിവാലേക്ക്, അവൻ പെട്ടെന്ന് തന്നെ വണ്ടിക്കാരൻ്റെ പ്രലോഭൻ മേ ഫസ് ഗയ, പ്രലോഭനത്തിൽ അങ്ങോട്ട് ഫസ് ഗയ, കുടുങ്ങിപ്പോയി, അകപ്പെട്ടുപോയി. അടുത്തതായിട്ട് ഇനി നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസാണ് പറയാൻ പോണത്. ടെക്സ്റ്റ് ബുക്കിലുള്ള സൈഡ് ബോക്സ് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. പക്ഷി അപ്നെ പങ്ക് ദേക്കർ ദീമക്കേ ലേത്താ ഹെ, പക്ഷി തൻ്റെ തൂവൽ കൊടുത്തിട്ട് ദീമക്കുകളെ ചിതലുകളെ വാങ്ങുന്നു, ചിതലിനെ വാങ്ങുന്നു. യഹാ പക്ഷി കാ കോൺസാ മനോഭാവ് പ്രകട് ഹോത്താ ഹെ, ഇവിടെ പക്ഷിയുടെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത്? नौजवान पक्षी को अपने भविष्य और अस्तित्व के संबंध में कोई चिंता नहीं है. ഇതാണ് നൗജവാൻ പക്ഷിക്കോ, യുവാവായ പക്ഷിക്ക് അപ്നെ ഭവിഷ്യ, തൻ്റെ ഭാവിയെക്കുറിച്ചോ, അസ്തിത്വക്കെ സംബന്ധമേ, തൻ്റെ നിലനിൽപ്പ്, നിലനിൽപ്പ് അതിനെക്കുറിച്ചോ കോയി ചിന്ത നഹി ഹെ, ഒരു ചിന്തയുമില്ല. ബഗൈർ മേനസ് അധ്വാനിക്കാതെ, മെഹനത്ത് അധ്വാനിക്കുക, അധ്വാനിക്കാതെ ആസാനി സെ മിൽനെ വാലെ, എളുപ്പത്തിൽ കിട്ടുന്ന ഭോജൻ സെ, ഭക്ഷണത്തിൽ നിന്നും സന്തുഷ്ട ഹോനേക്ക മനോഭാവ് ഉസ്മേ ഹെ, സന്തുഷ്ടനാകാനുള്ള മനോഭാവമാണ് അവനിൽ ഉള്ളത്. പ്രയാസം കൂടാതെ ജോലിയൊന്നും ചെയ്യാതെ ഭക്ഷണം കിട്ടുക, അതിലവൻ സന്തുഷ്ടവാനാവാണ്. പക്ഷെ തൻ്റെ നിലനിൽപ്പ് അവിടെ, അതുപോലെ തൻ്റെ ഭാവി നഷ്ടമാവുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് അവന് യാതൊരു തരത്തിലുള്ള ചിന്തയുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദീമക്കെ ഹമാര സ്വാഭാവിക് ആഹാർ നഹി ഹെ,
ദീമക്കുകൾ, ചിതലുകൾ നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല, ദിനേന കഴിക്കേണ്ട ഭക്ഷണമൊന്നുമല്ല. और उनके लिए പിന്നെ അതുമാത്രമല്ല അതിനു വേണ്ടിയിട്ട് अपने पंख तो തൻ്റെ തൂവൽ ഹർഗിസ് നെയ് ദിയേ ജാ സക്തേ, ഒരിക്കലും ഹർഗിസ് നെയ് ദിയേ ജാ സക്തേ, ഒരിക്കലും കൊടുക്കാനും പാടില്ല. അച്ഛൻ മകനോട് പറഞ്ഞ ഉപദേശമാണല്ലോ ഇത്. യഹാം ഇവിടെ കി സച്ചായി കി ഓർ സംകേത് കിയാ ഗയാ ഹെ, ഏത് സത്യാവസ്ഥയ്ക്ക് നേരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ആൻസർ നോക്കുക. ഹം അപ്നെ സ്വാഭാവിക് ഭോജൻ കോ ഛോഡ്കർ, നമ്മൾ മനുഷ്യർ തൻ്റെ സ്വാഭാവികമായിട്ടുള്ള ദിനേനയുള്ള ഭക്ഷണത്തെ ഉപേക്ഷിച്ചിട്ട് ബനാവട്ടി ചീസോ കെ പീछे ഭാഗ് രഹേ ഹെ, കൃത്രിമമായിട്ടുള്ള വസ്തുക്കളുടെ പിന്നാലെ, ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ പിന്നാലെ നമ്മൾ ഓടുകയാണ്. നമുക്കറിയാം ഇന്നത്തെ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണത്തിനോട് താല്പര്യം കുറവാണ്. അവർക്കെന്താണ്, പുറത്തത്തെ ഫാസ്റ്റ് ഫുഡ് കഴിക്കാനാണ് കൂടുതൽ താല്പര്യം. അതാണ്, അതുപോലെ തന്നെയാണ് ഈ കിളിക്കും ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ലേക്കിൻ ഉസ്കാ പരിണാം, പക്ഷേ അതിൻ്റെ പരിണാമം, അനന്തരഫലം ബഡാ ഭയാനക് ബൻതാ ഹെ, വളരെ ഭയാനകമായിരിക്കും. ഏതെല്ലാം രീതിയിൽ? ശാരീരിക്, മാനസിക് ഏവം ആർത്ഥിക് രൂപ സേ ഹം പരാസ്ത് ഹോത്തെ ഹെ, ശാരീരികമായ രീതിയിൽ നമുക്ക് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരും. എന്നും അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങൾ പെട്ടെന്ന് വരും. മാനസികമായ രൂപത്തിലും അതുപോലെ തന്നെ ആർത്ഥിക രൂപസേ, സാമ്പത്തികപരമായ രൂപത്തിലും നമ്മൾ പരാജയം ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പം അത്തരത്തിലുള്ള ഭക്ഷണത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷി കോ ബേവക്കൂഫ് കഹനെ കെ സംബന്ധ മേ ആപ്കി റായ് ക്യാ ഹെ, പക്ഷിയെ ബേവക്കൂഫ് കഹനേക്ക്, വിഡ്ഢി എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? പക്ഷിയുടെ ബേവക്കൂഫ് എന്ന് പറയുന്നുണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്താണ് ആൻസർ? ശ്രദ്ധിക്കുക. അപ്നെ പങ്ക് തോട് തൻ്റെ തൂവൽ പൊട്ടിച്ചു കൊടുത്തുകൊണ്ട്, ദേനേസെ നൽകുന്നത് കൊണ്ട്, നൗജവാൻ പക്ഷി അപ്നെ അസ്തിത്വ ഖോത്താ ഹെ, എന്താ സംഭവിക്കുന്നത്? ആ യുവാവായ പക്ഷി തൻ്റെ നിലനിൽപ്പ് തന്നെ നഷ്ടപ്പെടുത്തി, അല്ലേ? ഖോത്താ ഹെ, നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പങ്ക് സബ് നഷ്ട ഹോനെ പർ, തൂവലെല്ലാം നഷ്ടമായപ്പോൾ വോ അപ്നി ഗൽത്തി സമജ്താ ഹെ, അപ്പോഴാണ് അവൻ്റെ തെറ്റ് മനസ്സിലാക്കിയത്. അച്ഛൻ പറഞ്ഞപ്പോഴൊന്നും അവൻ അനുസരിക്കാതെ ധിക്കരിക്കുകയാണല്ലോ ചെയ്തത്. അപ്പം അപ്പോഴാണ് അവൻ്റെ തെറ്റ് മനസ്സിലാക്കിയത്. ഇസ്ലിയേ, ഇതുകൊണ്ട് തന്നെ പക്ഷി ബേവക്കൂഫ് ഹി ഹെ, ആ പക്ഷി വിഡ്ഢി തന്നെയാണ്. യഹി മേര റായ് ഹെ, ഇതാണ് എൻ്റെ അഭിപ്രായം. ഇതോടുകൂടി ഇവിടെ പാഠത്തിലെ സൈഡ് ബോക്സ് ക്വസ്റ്റ്യൻ അവസാനിക്കുന്നു. ഇനി ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ശ്രദ്ധിക്കുക. നമൂനെ കെ അനുസാർ കഹാനി കെ പ്രസംഗവും കോ ചുൻകർ ലിഖേ, മാതൃക അനുസരിച്ച് കഥയുടെ സന്ദർഭങ്ങളെ തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ഈ കഥയിലെ സന്ദർഭങ്ങളെ തെരഞ്ഞെടുത്ത് എഴുതുക. അവിടെ മോഡൽ അല്ലെങ്കിൽ എക്സാമ്പിളായിട്ട് അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. വ്യവഹാർ, പ്രസംഗ് എന്ന് 2 കോളാക്കി തിരിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് പെരുമാറ്റം? അലസതാപൂർണ്ണ കാര്യകർണ അല്ലേ? പക്ഷേ മടിപൂർവ്വമാണല്ലോ അങ്ങനെയുള്ള ജോലി ചെയ്തത്, അങ്ങനെ കാര്യം ചെയ്തത്. അപ്പം എന്താണ് അവിടെ സന്ദർഭം എങ്ങനെയുണ്ടായിട്ടുള്ളത്? നൗജവാൻ പക്ഷി കോ ലഗാ യഹ് ബഹുത് ബഡി സുവിധാ ഹെ, യുവാവായ പക്ഷിക്ക് തോന്നുകയാണ് ഇത് വളരെ നല്ലൊരു സൗകര്യം തന്നെയാണ്. कि एक आदमी दीमकों को बोरों में भरकर बेच रहा है, ഒരു മനുഷ്യൻ ചിതലുകളെ ചാക്കുകളിൽ നിറച്ച് വിൽക്കുന്നത് അത് വലിയൊരു സൗകര്യം തന്നെയല്ലേ എന്ന് ആ നൗജവാൻ പക്ഷി ചിന്തിച്ചു അല്ലേ? അടുത്ത വ്യവഹാരം നോക്കൂ, നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണത്. താൽക്കാലിക് ലാഭ് കേലിയെ അസ്തിത്വ നഷ്ടകർണ, താൽക്കാലികമായിട്ടുള്ള ലാഭത്തിന് വേണ്ടിയിട്ട് തൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുത്തുക. എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ള സന്ദർഭം? ഗാഡിവാലേക്കോ ഏക് പങ്ക് ദേക്കർ ദോ ദീമക്കേം ഖരീദ് ലേത്ത, വണ്ടിക്കാരന് ഒരു തൂവൽ കൊടുത്തിട്ട് 2 ചിതലിനെ വാങ്ങുന്നത് തൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുത്തലാണല്ലോ. അതാണ് അവിടെ ഉള്ള സന്ദർഭം. അടുത്തെന്താണ്? ബഡോं की बातों को बिना सूझ बूझ के ധിക്കാർന, വലിയവരുടെ കാര്യങ്ങൾ, വലിയവർ പറയുന്ന കാര്യങ്ങൾ ബിനാ സൂച്ച് പൂഷ്കെ,
യാതൊന്നും ചിന്തിക്കാതെ ധിക്കാർണ ധിക്കരിക്കൽ. അത് അച്ഛൻ പറഞ്ഞ വാക്കുകൾ ധിക്കരിക്കല്ലേ മകൻ ചെയ്തത്, നൗജവാൻ പക്ഷി ചെയ്തത്. നൗജവാൻ പക്ഷീനെ, നൗജവാൻ പക്ഷി ബഡേ ഹി ഗർവ് സെ, വളരെ അഹങ്കാരത്തോടെ, ഗർവ് സെ അപ്നാ മുഹ് ദൂസരി ഓർ കർ ലിയ, തൻ്റെ മുഖം ദൂസരി ഓർ കർ ലിയ, മറുഭാഗത്തേക്ക് അങ്ങോട്ട് തിരിക്കുകയാണ് ചെയ്തത് അല്ലേ. ആ സന്ദർഭത്തിൽ അതാണല്ലോ നൗജവാൻ പക്ഷി ചെയ്തത്. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെ കേൾക്കാതെ തൻ്റെ മുഖം അങ്ങോട്ട് തിരിച്ചു. അടുത്ത വ്യവഹാരം നോക്കൂ. പ്രലോഭൻ മേ പൂരി തര ഫസ് ജാന, പ്രലോഭനത്തിൽ പൂർണ്ണമായിട്ടും അങ്ങോട്ട് അകപ്പെട്ടു പോവുക, കുടുങ്ങിപ്പോവുക. ആ നൗജവാൻ പക്ഷി പ്രലോഭനത്തിൽ അങ്ങോട്ട് കുടുങ്ങിപ്പോയല്ലോ. അതുകൊണ്ട് എന്താ ഉണ്ടായത് അവന്? അബ് ഉസേ ന തോ ദൂസേ കീടെ അച്ഛേ ലഗ്തേ, ഇപ്പം അവന് മറ്റൊരു കീടത്തെയും ഇഷ്ടമല്ല. നഫൽ, ഫലങ്ങളും ഇഷ്ടമല്ല, പഴങ്ങളും ഇഷ്ടമല്ല. ന അനാശ്കേ ദാനെ, അനാശ്കേ ധാനെ, ധാന്യമണികൾ, ധാന്യമൊന്നും ഇഷ്ടമല്ലാതായി അവന്. ഇപ്പം അവന് മറ്റൊരു കീടത്തെയോ മറ്റൊരു പഴത്തെയോ മറ്റു ധാന്യങ്ങളെയോ ഒന്നും ഇഷ്ടമല്ലാതായി. ദീമക്കോ കാ ഷോക്ക് അബ് ഉസ് പർ ഹാവി ഹോ ഗയാ ഥാ, ചിതലുകളുടെ താല്പര്യം ഇപ്പോൾ അവനിൽ ഹാവി ഹോ ഗയാ ഥാ, ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. അത്രമാത്രം അവൻ അതിലങ്ങോട്ട് അഡിക്റ്റായി കഴിഞ്ഞിരുന്നു. അടുത്ത ശ്രദ്ധിക്കുക. അപ്നി ഗൽത്തിയോ പർ സഫായി ഖോജന, തൻ്റെ ഗലത്തിയോ പർ, തെറ്റുകളിൽ സഫായി ഖോജന, അതിൽ ക്ലീനാക്കാൻ ശ്രദ്ധിക്കവൻ. അവൻ പറഞ്ഞത്, അവൻ ചെയ്യുന്ന കാര്യമൊന്നും അത്ര വലിയ തെറ്റല്ല എന്നുള്ളത് അവൻ അതിൽ നിന്നിട്ട് മാറാൻ ശ്രമിക്കുക. ഉസ്നെ സോച്ച, അവൻ ചിന്തിക്കുകയാണ്. ആസ്മാൻ മേ ഉടനാ ഹി ഫിസൂൽ ഹേ, ആകാശത്തിൽ പറക്കുന്നത് തന്നെ എന്താണ്? ഫിസൂൽ ഹേ, വെറുതെയാണ്. വോ മൂർഖോ കാ കാം ഹേ, അത് വിഡ്ഢികളുടെ ജോലിയാണ്. അവൻ ചിന്തിക്കുകയാണത്. ഇതിനിപ്പോൾ ആകാശത്ത് ആവശ്യമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിഡ്ഢികളല്ലേ ആ ചെയ്യാൻ. ആ സന്ദർഭത്തിലാണ് അതവിടെ ഉണ്ടായിട്ടുള്ളത് വ്യവഹാരം. മനസ്സിലായില്ലേ? खोए हुए अस्तित्व को फिर से पाने की कोशिश करना, നഷ്ടപ്പെട്ടു പോയ തൻ്റെ അസ്തിത്വത്തെ ഫിർസെ, വീണ്ടും, പാനേക്ക്, നേടാൻ പരിശ്രമിക്കുക. അവൻ വീണ്ടും നേടാൻ പരിശ്രമിക്കുന്നു. എല്ലാം തൻ്റെ തൂവലൊക്കെ നഷ്ടമായി എന്ന് മനസ്സിലായപ്പോൾ അവന് തോന്നി ഇനി എനിക്കത് ഞാൻ വീണ്ടും എടുക്കണം എന്നുള്ളത് അല്ലേ. അപ്പോൾ അവൻ എന്താ ചെയ്തത്? എന്താ സന്ദർഭം? ഖൂബ് മെഹനസെ, അവൻ നന്നായി പരിശ്രമിച്ചുകൊണ്ട്, ജമീൻ മേസെ, നിലത്ത് നിന്ന്, ദീമക്കേം ചുൻ ചുൻകർ, ദീമക്കുകൾ തെരഞ്ഞെടുത്തിട്ട് കണ്ടുപിടിച്ചിട്ട്, ഖാനയ്ക്ക് ബജായ്, കഴിക്കുന്നതിന് പകരം, ഉനെ ഇക്കട്ടാ കർണേലക, അവയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇക്കട്ടാ കർണേലക, സ്വരൂപിക്കാൻ തുടങ്ങി. അടുത്ത ലാസ്റ്റിലെ വ്യവഹാരം നോക്കൂ. ധോക്കാബാജിക്കു പെച്ചാൻ കർ നിരാശ ഹോന, വഞ്ചകനെ തിരിച്ചറിഞ്ഞ് നിരാശനാവുക. തൻ്റെ തൂവലിന് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ദീമക്കിനെ സ്വരൂപിച്ചു അല്ലേ. അങ്ങനെ ആ വണ്ടിക്കാരനെ കാത്തു നിൽക്കുകയാണ്. അപ്പം എന്താണ്? ഗാഡിവാല ചലാകയ, അതിലുണ്ടായ സന്ദർഭം എന്താണ്? വണ്ടിക്കാരൻ പോയി. പക്ഷി ഛട്ട് പട്ടാക്കർ രഹഗയ, വണ്ടിക്കാരൻ പോയി. തൻ്റെ തൂവലുകൾ പകരം തരണം എന്ന് പറഞ്ഞപ്പോൾ, പകരം ഞാൻ നിങ്ങൾക്ക് കുറേ ചിതലിനെ ഇവിടെ സ്വരൂപിച്ചിട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വണ്ടിക്കാരൻ എന്താ ചെയ്ത്? ചലാകയ, പോയി. പക്ഷി ഛട്ട് പടാക്കർ രഹഗയ, അപ്പോഴാണ് അവന് വഞ്ചകനെ മനസ്സിലായി. കിളിയാണെങ്കിലോ ഛട്ട് പടാക്കർ രഹഗയ, പിടഞ്ഞവിടെ നിന്നുപോയി. അതിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. പക്ഷി और दीमक कहानी में ये किन किन का प्रतिनिधित्व करते हैं? പക്ഷി और दीमक എന്ന കഥയിൽ ഈ താഴെ കൊടുത്തിട്ടുള്ള കോളത്തിലുള്ളതൊക്കെ ഏതിനെയൊക്കെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? അവിടെ കൊടുത്തിട്ടുള്ള കോളത്തിൽ കൊടുത്തിട്ടുള്ളത് ഗാഡിവാല, വണ്ടിക്കാരൻ, പക്ഷി. പക്ഷി എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ദീമക്ക്, ദീമക്ക് എന്തിനെയാണ്? പങ്ക്. അതുപോലെ തന്നെ ഈ പടത്തിൽ പങ്ക് എന്തിനാണ്? ബില്ലി, പൂച്ച ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഗാഡിവാല ആരാണ് ഇതിൽ?
വ്യാപാരിയാണ് അല്ലേ, വ്യാപാരി, കോർപ്പറേറ്റ്. പക്ഷിയോ നോജവാൻ, യുവാവായിട്ടുള്ള പക്ഷിയാണ്. ദീമക്, ചിതലോ പ്രലോഭനം, ചിതൽ കാണിച്ചിട്ടാണ് ആ ഗാഡിവാല പക്ഷിയെ പ്രലോഭിപ്പിച്ച്. പങ്ക്, പങ്ക് എന്താണ്, ആ നോജവാൻ പക്ഷിയുടെ നിലനിൽപ്പായിരുന്നു അല്ലേ, അസ്തിത്വം. പിന്നെ ഇതിൽ അവസാനം വരുന്നുണ്ട് ബില്ലി, അതെന്താണ്, ശോഷക്, ചൂഷണം ചെയ്തു. ആ പക്ഷിയെ, നോജവാൻ പക്ഷിയെ ചൂഷണം ചെയ്തത് ബില്ലിയാണ്. അപ്പോൾ ബില്ലി ശോഷകാണ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ആജ് കെ ജമാനെ മേ, ഇന്നത്തെ കാലഘട്ടത്തിൽ പക്ഷി ഓർ ദീമക് കഹാനി കി, പക്ഷി ഓർ ദീമക് എന്ന കഥയുടെ പ്രാസംഗികത, സാന്ദർഭികവശ എത്രമാത്രമാണ്, കഹാ തക് ഹെ, ഏതുവരെ ഉണ്ട്. ചർച്ച കർക്കെ ടിപ്പണി ലിഖെ, ചർച്ച ചെയ്തിട്ട് കുറിപ്പെഴുതാനാണ് പറഞ്ഞത്. श्री गजानन माधव मुक्तिबोध की प्रसिद्ध कहानी है പക്ഷി और ദീമക്. ശ്രീ ഗജാനൻ മാധവ് മുക്തിബോധിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കഥയാണ് പക്ഷി और ദീമക്. इसमें नौजवान पक्षी आज के ज़माने के युवा वर्ग का प्रतिनिधि है. ഇതിൽ നൗജവാൻ പക്ഷി, യുവാവായ പക്ഷി, ആജ് കെ ജമാനെ കെ, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ, യുവവർഗ കാ പ്രതിനിധി ഹെ, യുവവർഗത്തിൻ്റെ, യുവാക്കളായ ചെറുപ്പക്കാരുടെ പ്രതിനിധിയാണ് പക്ഷി ഓർ ദീമക് എന്ന ഈ കഥയിലെ നൗജവാൻ പക്ഷി. വിജ്ഞാപൻ के जरिए हमारे सामने कई प्रलोभन प्रस्तुत करते हैं. വിജ്ഞാപൻ के जरिए, പരസ്യ മുഖാന്തരം, ഹമാരെ സാമനെ, നമ്മുടെ മുന്നിൽ, കൈ പ്രലോഭൻ പ്രസ്തുത് കർത്തേ ഹെ, പല പ്രലോഭനങ്ങളും അവതരിപ്പിക്കാറുണ്ട്. നമുക്കറിയാം, നമ്മൾ പരസ്യം കാണാറുണ്ട് പലപ്പോഴും. ഇപ്പോൾ ചായപ്പൊടിൻ്റെ പരസ്യം വരാറുണ്ട്, കൂടെ ഒരു പെന്ന് ഫ്രീ, അല്ലെങ്കിൽ ബൂസ്റ്റിൻ്റെ കൂടെ ഒരു ബാറ്റ് ഫ്രീ, അതുപോലെയുള്ള പരസ്യങ്ങൾ ഇന്ന് ഓരോ കമ്പനിക്കാരും കൊടുക്കാറുണ്ട്. അതൊക്കെ എന്താണ് ചെയ്യണത്, അങ്ങനെയുള്ള പ്രലോഭനങ്ങളിൽ നമ്മൾ വീണിട്ട് നമ്മളത് വാങ്ങാൻ പോകുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അതത്ര വലിയ ക്വാളിറ്റി ഉള്ളതോ അതല്ലെങ്കിൽ വലിയ ഗുണം ചെയ്യുന്നതോ, അതിൻ്റെ പേരിൽ പൈസ ശരിക്ക് ആ നമ്മൾ വാങ്ങുന്ന വസ്തുവിൽ നിന്ന് ഈടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പ്രലോഭനത്തിൽ മയങ്ങിയിട്ട് നമ്മൾ ആ പരസ്യത്തിൽ നമ്മളതിൽ താല്പര്യപ്പെട്ടുകൊണ്ട് നമ്മളതിൽ പോയി സാധനം പോയി വാങ്ങുന്നു. അതാണ് അവിടെ പറയുന്നത്. വിജ്ഞാപൻ കെ ജരിയെ, പരസ്യ മുഖാന്തരം, ഹമാരെ സാമനെ, നമ്മുടെ മുന്നിൽ, കൈ പ്രലോഭൻ പ്രസ്തുത് കർത്തേ ഹെ, പല പ്രലോഭനങ്ങളും അവതരിപ്പിക്കാറുണ്ട്. കമ്പനിക്കാർ അങ്ങനെയൊക്കെ കൊടുക്കും, അപ്പോഴാണ് നമ്മൾ പോയി വാങ്ങാനും പോകുന്നത്. ഹം യുവവർഗ് ബിനാ സോച്ച് സമച്ച്, ഈ നമ്മൾ യുവവർഗ്, യുവാക്കൾ, ഈ ചെറുപ്പക്കാർ യാതൊന്നും ചിന്തിക്കാതെ ഉസ്മേ ഫസ് ജാത്തേ ഹെ, അതിലങ്ങോട്ട് കുടുങ്ങിപ്പോകുന്നു. ഇന്നത്തെ ചെറുപ്പക്കാർ പ്രത്യേകിച്ചും അങ്ങനത്തെ കുടുങ്ങിപ്പോവുക ചെയ്യുന്നത്. അന്തുമേ ഹം അപ്ന അസ്തിത്വ ഖോത്തെ ഹെ, അവസാനം നമ്മൾ നമ്മുടെ അസ്തിത്വം തന്നെ, നിലനിൽപ്പ് തന്നെ നഷ്ടപ്പെടുത്തുന്നു. എപ്രകാരമാണോ ഈ പക്ഷി തൻ്റെ നിലനിൽപ്പ് നഷ്ടപ്പെടുത്തിയത്? സ്വയം ജോലി ചെയ്യാതെ, അധ്വാനിക്കാതെ, തൻ്റെ തൂവലുകളൊക്കെ കൊടുത്തുകൊണ്ട് അവൻ എന്ത് ചെയ്യാണ്, ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷി തൻ്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാണ്ടാക്കി. ജബ് ഹം അസ്തിത്വ വാപ്പസ് ലേനെ കാ പ്രയാസ് തോ കർത്താ ഹെ, എപ്പോഴാണോ നമ്മൾ നമ്മുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ അസ്തിത്വം തിരിച്ചു പിടിക്കണമെന്ന് നമുക്ക് തോന്നി തുടങ്ങുന്നത്, കാരണം നമുക്ക് മനസ്സിലായി നമുക്ക് ആ കൂടി നഷ്ടമായി, അതിന് പ്രയാസപ്പെടുന്നത്, അതിന് നമുക്ക് തോന്നുന്നത്, തബ് തക്, അപ്പോഴേക്കും സബ് കുച്ച് നഷ്ട ഹോ ജാത്താ ഹെ, എല്ലാതും നഷ്ടമായിട്ടുണ്ടാവും. നമ്മൾ നമ്മളുടെ അസ്തിത്വം തിരിച്ചു പിടിക്കാൻ തുടങ്ങുമ്പോഴേക്കും എല്ലാ അതും ഉണ്ടാവും. നമ്മൾ ടോട്ടലി എന്ന് വെച്ചാൽ സാമ്പത്തികപരമായിട്ടും അതുപോലെ ശാരീരികപരമായിട്ടും എല്ലാം നമ്മൾ ആ കൂടി നഷ്ടത്തിലായിട്ടുണ്ടാവും. ആജ് കെ ജമാനെ മേ യേ കഹാനി ബിൽക്കുൽ പ്രാസംഗിക് ഹെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കഥ തികച്ചും സന്ദർഭോചിതമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. പക്ഷി की ചരിത്രഗത് വിശേഷതാओं का വിശ്ലേഷൺ करे ടിപ്പണി ലിഖെ, പക്ഷിയുടെ സ്വഭാവ സവിശേഷതകളെ വിശകലനം ചെയ്ത് ടിപ്പണി എഴുതുക, കുറിപ്പെഴുതുക. അപ്പോൾ പക്ഷിയുടെ സ്വഭാവ സവിശേഷത വെച്ച് കുറിപ്പെഴുതാനാണ് ആൻസർ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവാറുണ്ട്. ഈ പാഠത്തിലെ മെയിൻ കഥാപാത്രം നൗജവാൻ പക്ഷി തന്നെയാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ശ്രീ ഗജാനൻ മാധവ് മുക്തിബോധ് കി,
ശ്രീ ഗജാനൻ മാധവ് മുക്തിബോധിൻ്റെ കഹാനി ഹെ, കഥയാണ് പക്ഷി ഓർ ദീമക്. इसका मुख्य पात्र है नौजवान പക്ഷി. ഇതിലെ മുഖ്യ പാത്ര നൗജവാൻ പക്ഷിയാണ്, യുവാവായ പക്ഷിയാണ്. ബഹത് ബഹത് ഊഞ്ചായി പർ ഉഡ്നെ വാലെ, ഒരുപാട് ഉയരത്തിൽ പറക്കുന്ന പക്ഷിയോ മേസേ ഹെ, പക്ഷികളിലൊന്നാണ് ഈ പക്ഷി. ലേക്കിൻ യേ നൗജവാൻ പക്ഷി സ്വഭാവ സെ ആലസി ഹെ, പക്ഷേ ഈ നൗജവാൻ പക്ഷി ഉണ്ടല്ലോ, ഈ യുവാവായിട്ടുള്ള ഈ പക്ഷി സ്വഭാവം കൊണ്ട് മടിയനാണ്. ഇവൻ ബഗൈർ മേഹനത് സെ, അധ്വാനിക്കാതെ പ്രിയ ഭോജൻ മിൽന ചാത്താ ഹെ, പ്രിയപ്പെട്ട ഭക്ഷണം കിട്ടാൻ ആഗ്രഹിക്കുന്നു. ഇസിലിയെ, ഇതുകൊണ്ട് തന്നെ ഉസേ ഗാഡി വാലേസെ, അവന് വണ്ടിക്കാരനിൽ നിന്ന് ദോ ദീമക്കേ ഖരീദിനെ, 2 ദീമക്കിനെ ചിതലിനെ വാങ്ങാനും ഓർ എക് പർ ദേനേമേം, ഒരു തൂവൽ, അതിന് വേണ്ടിയിട്ട് ഒരു തൂവൽ നൽകുന്നതിനും ബഡിയാസാനി മാലും ഹി, വളരെ എളുപ്പമായിട്ട് അവന് തോന്നുകയാണ്. അപ്നി ഭവിഷ്യ ഓർ അസ്തിത്വക്കെ സംബന്ധമേ, തൻ്റെ ഭാവിയെക്കുറിച്ചിട്ടോ തൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചോ ഉസേ കോയി ചിന്ത നെയ്ത, അതിന് ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല. പിതാക്കി ബാത്തോ കോ ധിക്കാർത്താ ഹെ, അച്ഛൻ്റെ വാക്കുകളെയൊക്കെ ധിക്കരിക്കുന്നു. ജബ് അപ്നി ഗൽത്തി സമജ്താ ഹെ, എപ്പോഴാണോ തൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നത്, തബ് തക്, അപ്പോഴേക്കും സബ് കുച്ച് നഷ്ട ഹോ ജാത്താ ഹെ, എല്ലാം നഷ്ടമായി തീരുന്നു. ഫിർ ഭി, എന്നിട്ടും ഖോയെ ഹുവേ അസ്തിത്വക്കോ, നഷ്ടപ്പെട്ട ആ അസ്തിത്വം ഫിർ സെ പാനേക്ക്, വീണ്ടും നേടാൻ കോശിഷ് കർത്താ ഹെ, അവൻ പരിശ്രമിക്കുന്നുണ്ട്, വീണ്ടും അവൻ ആ ദീമക്കിനെ തെരഞ്ഞു പിടിക്കുന്നുണ്ടല്ലോ. ലേക്കിൻ ധോക്കാക്കാത്താ ഹെ, പക്ഷേ അവൻ വഞ്ചിതനാവുക ചെയ്യുന്നത്. ഈ നൗജവാൻ പക്ഷി, ഈ യുവാവായ പക്ഷി ബിനാ സോച്ചേ സംചേ, ഒന്നും ചിന്തിക്കാതെ പ്രലോഭൻ മേ ഫസ് ജാനേ വാലെ, പ്രലോഭനത്തിൽ കുടുങ്ങിപ്പോകുന്ന, അകപ്പെട്ടു പോകുന്ന യുവവർഗ കാ പ്രതിനിധി ഹെ, യുവവർഗിൻ്റെ, യുവാക്കളുടെ വർഗത്തിൻ്റെ പ്രതിനിധിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഗ്രാമറാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 10ാം ക്ലാസ്സിലും കൂടി ഇത് വരും എന്ന ഓർമ്മയിൽ തന്നെ പഠിക്കാം. एक दिन उसके पिता ने देख लिया, उसने समझाने की कोशिश की कि बेटे, दीमकें हमारा स्वाभाविक आहार नहीं है और उनके लिए अपने पंख हरगिज नहीं दिए जा सकते. ഈ തന്നിട്ടുള്ള വരികളിൽ ഉസ്കെ, ഉസ്നെ, ഹമാര, ഉൻകെ എന്നൊക്കെ റെഡ് കളറിൽ എഴുതുകയും അണ്ടർലൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. രേഖാങ്കിത് ശബ്ദവും പർ ധ്യാൻ ദേ, അടിവരയിട്ട വാക്കുകളിൽ ശ്രദ്ധിക്കൂ. ഈ ശബ്ദ കേസേ ബനേ ഹേ, ഈ വാക്കുകൾ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? ഈ ഉസ്കെ, ഉസ്നെ, ഹമാര, ഉൻകെ എന്നുള്ള ഈ വാക്കുകൾ എങ്ങനെയാണ് ഉണ്ടായത്? ഇങ്ങനെയാണ്, സർവനാമോ കെ സാത്ത് പരസർഗ് കെ योग से ये शब्द बने हैं. സർവനാമങ്ങളുടെ കൂടെ പരസർഗിൻ്റെ കൂടിച്ചേരൽ കൊണ്ടാണ് ഈ വാക്കുകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ സർവനാമം? നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് സർവനാമങ്ങൾ. എന്താ സർവനാമങ്ങൾ? നാമത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളാണ് സർവനാമങ്ങൾ. മേം, വഹ്, യഹ്, വേ, യേ, ആപ്പ് എന്നുള്ളതൊക്കെ എന്താണ്? സർവനാമാണ്. ആ സർവനാമത്തിൻ്റെ കൂടെ പരസർഗ് ചേരണം. എന്താണ് പരസർഗ്? കാ, കെ, കി, കോ, നെ, മേം, പർ, സെ, ഇതെല്ലാം പരസർഗാണ്. അപ്പോൾ അവയും കൂടി കൂടുമ്പോൾ, സർവനാമത്തിൻ്റെ കൂടെ പരസർഗ് കൂടി കൂടുമ്പോൾ പരസർഗയുക്ത ശബ്ദ ഉണ്ടാവുന്നു. അപ്പോൾ വഹ് എന്നുള്ള സർവനാമത്തിൻ്റെ കൂടെ പരസർഗമായ കെ ചേർന്നു, അങ്ങനെ പരസർഗയുക്ത ശബ്ദമായ ഉസ്കെ ഉണ്ടാവുന്നു. വഹിൻ്റെ കൂടെ നെ ചേർന്നപ്പോൾ ഉസ്നെ എന്നായി. ഹമ്മിൻ്റെ കൂടെ കാ ചേർന്നപ്പോൾ ഹമാര, വേൻ്റെ കൂടെ കെ ചേർന്നപ്പോൾ ഉൻകെ എന്നുമായി മാറി. അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ ചോദിച്ചത് ക്യാ ഇൻകാ വിഭാജൻ സംഭവ് ഹെ, എന്താ ഇതിനെ ഭാഗിക്കാൻ സാധിക്കുമോ, പിരിച്ചെഴുതാൻ സാധിക്കുമോ? തോ കേസെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഇതാണ് ചെയ്യേണ്ട ആൻസർ. നമ്മൾ ഈ ചെയ്തത് തന്നെയാണ് പിരിച്ചെഴുതിയത്. ഇതാ ഇനിയും എക്സാമ്പുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എക്സാമിന് ഈ ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ് വരാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മോഡലും കൂടി ഞാനിവിടെ കൊടുക്കുന്നു, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക.
എക്സാമിന് ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഉസ്നെ മേം നിഹിത് സർവനാം ക്യാ ഹെ? ഉസ്നെ എന്നുള്ളതിൽ അടങ്ങിയിട്ടുള്ള സർവനാമം ഏതാണ്? വഹ്. ആൻസർ വഹ് ആണ്. വഹ് പ്ലസ് നെ ഉസ്നെ. ഉനോനെ മേ നിഹിത് സർവനാം ക്യാ ഹെ? ഉനോനെയിൽ അടങ്ങിയിട്ടുള്ള സർവനാമം ഏതാണ്? വേ പ്ലസ് നെ ഉനോനെ. അപ്പോൾ വേ എന്നാണ് ആൻസർ. ഇസ്കോ മേ നിഹിത് സർവനാം ക്യാ ഹെ? ഇസ്കോ എന്നുള്ളതിൽ അടങ്ങിയിട്ടുള്ള സർവനാമം ഏതാണ്? യഹ്. യഹ് പ്ലസ് കോ ആണ് ഇസ്കോ. അപ്പോൾ ആൻസർ യഹ്. ഇനോനെ മേ നിഹിത് സർവനാം ക്യാ ഹെ? യേ പ്ലസ് നെ ഇനോനെ. അപ്പോൾ ആൻസർ യേ. അപ്പോൾ ഈ രീതിയിൽ എല്ലാതും ഒന്ന് എഴുതി നോക്കാൻ ശ്രമിക്കുക. കൂടുതൽ എഴുതി നോക്കുക. അടുത്ത പാഠത്തിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. പൂരി ഇക്കായി സെ എക് ബാർ ഓർ ഗുസരെ. ഈ ഇക്കായിലൂടെ ഒരു തവണ കടന്നു പോവാൻ. ऐसे പരസർഗയുക്ത് ശബ്ദോं को पहचाने. ഇങ്ങനെയുള്ള പരസർഗയുക്ത് വേർഡ്സ് തിരിച്ചറിയാനും എഴുതാനും. പക്ഷി ഓർ ദീമക് എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും എല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.